നല്ല പ്രകാശം ചൂടോടുക്കാൻ ഇറക്കി കൊണ്ടുവന്നൊരു കൊമ്പന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രകാശിന് നമുക്കൊരു വണ്ടി കിട്ടുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, എങ്ങനെയാണ് ആ വണ്ടി, അതാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ മുന്നിൽ നിന്ന് കാട്ടാൻ പോണത്. ക്വാർട്ടർ ക്ലാസ്സിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രകാശിന് തരുന്നില്ല. പേഴ്സണലി നമുക്കൊരു ഫീല് ഇതിനോടാണ്. സമൂസ പെട്ടി എല്ലാവരും ഇതിമ്മ ഇങ്ങനെ ഇരിക്കും, പക്ഷെ ഇതിന്റെ ഉപയോഗം എന്താണെന്നില്ല ആർക്കും അറിയില്ല. ഇതിന്റെ അപ്ഡേഷനിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാലേ ഇതിന്റെ ഡ്രൈവർമാരെന്നെ ഇത് കേൾക്കണേ. ഡ്രൈവർമാർ ക്ലീനർ കേൾക്കുക. ഇപ്പൊ നമ്മളെ നീല ലൈറ്റ് ആണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ആ വൈറ്റ് ലൈറ്റ് ഇടോ. ഓക്കെ ഓക്കെ. ഇനി എന്താ നമ്മളെ വണ്ടി മെയിനായിട്ട് വേറൊരു പ്രത്യേകത നമ്മളെ വണ്ടിക്ക് ഉണ്ട്. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മളെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇതാക്കണു നല്ല പ്രകാശം ചൂടോടുക്കാൻ ഇറക്കി കൊണ്ടുവന്നൊരു കൊമ്പൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. വണ്ടി ഏതാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാരീസിൻ്റെ പുതുപുത്തൻ കൊമ്പനാണ്. നമ്മൾ ഇർഫാൻ ബ്രോ ഉണ്ട് ഇവിടെ. ബ്രോ എന്താ പാട്? വണ്ടി രണ്ടാഴ്ച അവിടെ നിന്ന് കഷ്ടപ്പെട്ട് നിന്നതാ, ചെക്കനെ കൊണ്ട് ഇപ്പോൾ നാട്ടിലെത്തി. ഇതാ ഇപ്പൊ എത്തി. വണ്ടി ജസ്റ്റ് ഒന്ന് കഴുകില്ലേ, ജസ്റ്റ് ഒന്ന് കഴുകി കുട്ടപ്പനാക്കി ഇങ്ങനെ നിർത്തിക്കാണ്. അപ്പൊ നമ്മള് വണ്ടി അവിടെ പോയിട്ട് എത്ര മാസമായി? വണ്ടി പോയി ഇപ്പോ 2 മാസം. 2 മാസം പ്രകാശില് പോയി, ബോഡിയൊക്കെ കിട്ടി. ഒരു മാസം വെറുതെ ഇട്ടല്ലോ അല്ലേ? ഒരു മാസം വെറുതെ ഇട്ടു. 1 മാസം കഴിഞ്ഞിട്ടാണ് വർക്ക് സ്റ്റാർട്ട്. അവിടെ ഇപ്പൊ ഇങ്ങനെ തിരക്ക് നല്ലോണ്ടോ? ഇപ്പൊ കുറവാണ് തോന്നുന്നു. ഇതിന്റെ ഇടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. KSRTC വന്നിട്ട് ഭയങ്കര. അപ്പൊ മച്ചന്മാരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പ്രകാശിന്ന് വണ്ടി കൊണ്ടുവന്നാണ്ട്, അതായത് നമ്മളെ ബേസ് ചെയ്തിട്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പ്രകാശിന്ന് പോലെ തന്ന എങ്ങനെയാണോ, പ്രകാശിന് നമുക്കൊരു വണ്ടി കിട്ടുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, എങ്ങനെയാണ് ആ വണ്ടി, അതാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ മുന്നിൽ നിന്ന് കാട്ടാൻ പോണത്. അതായത് ഗവൺമെന്റ് ബോഡി കോഡ് പ്രകാരമുള്ള വണ്ടി എങ്ങനെയാണ് അതേപോലെയാണ് ഒരു തരാം. അതെ, അത് ഗവൺമെന്റ് എങ്ങനെയാണ് നമുക്ക് വണ്ടി അംഗീകരിച്ചിരിക്കണേ അതേമാതിരിയാണ് ഇപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയിരിക്കണത്. അതായത് നമ്മൾ ടോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ആകെ 2 കട്ട ലൈറ്റ് അല്ലേ, നമ്മൾ സാധാരണ നമ്മൾ ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. അതൊന്നുമില്ല. അപ്പോൾ മച്ചന്മാരെ നമ്മളിതാ കൂടെ നമ്മളെ വണ്ടിൻ്റെ ഓൾറൗണ്ട് ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ പുതിയതായിട്ട് നമ്മൾ BS6 എന്തുവാ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? BS6 മെയിനായിട്ട് ലുക്കിന് വേണ്ടിയിട്ടുള്ള DRL അതൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. ലുക്ക് ഏറ്റവും കൂടുതൽ ടോപ്പ് ആക്കുന്നത് അതിമ തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നേരിട്ട് കൊണ്ട്, അതായത് വെഗയായ സമയത്തും, അതായത് ഈ ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റ് ഉള്ള സമയത്ത് എല്ലാ ഡ്രൈവർമാർക്കും ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം പറഞ്ഞാല് കണ്ണ് കാഴ്ച കുറവ്. അതെ, നമ്മളെ ഇതിന്റെ മുന്നത്തെ മോഡലൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നം ലൈറ്റ് കുറവ്. അതായത് നമുക്ക് ഫ്രണ്ടിലെ വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇപ്പൊ നമ്മളെ പുതിയൊരു BS6 അപ്ഡേഷനിൽ വന്ന സംഗതിയാണ് നമ്മളെ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ വരുന്ന ലൈറ്റ് ഏതാണ്? ഫുള്ള് പ്രൊജക്ടർ കാര്യങ്ങളിൽ അത് വൈറ്റ്, ഫുൾ വൈറ്റ്. അത് നമ്മളെ BS6 ഇപ്പൊ ലാസ്റ്റ് വന്നൊരു അപ്ഡേഷനിലാണ്. നമുക്ക് മൊത്തത്തിൽ വണ്ടിന്റെ ലുക്ക് അപ്ഡേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ഏറ്റവും ടോപ്പ് ഹൈലൈറ്റ്, അതായത് എല്ലാവരും പ്രതീക്ഷിച്ച് എല്ലാവരും അത്രയും കാത്തിരുന്ന ഒരു സംഭവമാണ് അത്. കാഴ്ചന്റെ അത്രയും പ്രശ്നമായിരുന്നു ഈ ഒരു ഹെഡ്ലൈറ്റ്. കാരണം കുറെ ആൾക്കാർ Z1 ഫ്രണ്ട് ആക്കാനുണ്ടായ മെയിൻ കാരണം എല്ലാവർക്കും ഈ ഫ്രണ്ടിനോടൊരു ഇത് എന്താ പറയാ, ഒരു ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നത് ലൈറ്റ് കുറവാണ്, കാണൂല എന്നുള്ളൊരു പ്രശ്നം ഇപ്പൊ പ്രകാശം തീർത്തിക്കണത്. ഫുള്ള് വൈറ്റ് ലൈറ്റിലാണ് വന്നിക്കണേ. അതായത് നമ്മൾ പോന്നപ്പോ ജസ്റ്റ് ഒന്ന് ഇട്ടോക്കി. അതായത് ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടേക്കറ്റം വരുന്ന ആ ഒരു ഏകദേശം രാത്രി ആയിരിക്കണം, നമ്മൾ ഇട്ടോക്കിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ അടക്കം നമ്മളെ TP നമ്പറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇനി തിങ്കളാഴ്ചയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളും വരുന്നത്. വണ്ടി ഇന്ന് എത്തി, നമ്മൾ അപ്പം തന്നെ നിങ്ങൾ മുന്നിലേക്ക് വീഡിയോസ് അയക്കണം. അതിൽ മെയിൻ ആയിട്ടുള്ള വേറെ കാര്യമാണ്, ഫോഗ് ലൈറ്റ് ഒക്കെ സാധാരണ യെല്ലോ കളറാണ് വരല്. യെല്ലോ വാം വൈറ്റ് ആക്കി, ഫുൾ വൈറ്റ് ടോട്ടൽ വണ്ടി ലൈറ്റ്സ് ഫുൾ ലക്ഷറി ഫീൽ. നമ്മളൊരു വോൾവോ ആ ടൈപ്പ് മോഡലിലേക്ക് പ്രകാശം എത്തിച്ചിരിക്കണേ. അതായത് ഇപ്പൊ ലാസ്റ്റ് വന്ന BS6 വന്നൊരു അപ്ഡേഷൻ ആണ്. പിന്നെ നമ്മൾ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മളെ ആ നീലില് വൈറ്റ് വരുന്ന കട്ടലല്ലേ, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അതിൽ നമ്മൾ കുറെ പ്ലാനിങ് കാര്യങ്ങളുണ്ട്. ഈ കാണുന്ന മാതിരി ഒന്നാവില്ല നമ്മളെ ക്യാബിനും കാര്യങ്ങളും വരിക. അതൊക്കെ നമ്മൾ ഇപ്പൊ പറയണില്ല, അതൊക്കെ നിങ്ങൾക്ക് വയ്യ കാണാം. അപ്പോൾ മച്ചന്മാരെ നമ്മളെ വണ്ടിന്റെ ഓവറോളുള്ള ലുക്ക് നോക്കുമ്പോൾ നമ്മളെ പാരീസിലെ നെയിം ബോർഡ് മാത്രമേ നമ്മളിത് മുട്ടിച്ചിട്ട്, പിന്നെ 4 കസവും കെട്ടിക്കണം, വേറെ ഒന്നും നമ്മൾ വണ്ടി ചെയ്തില്ല. അപ്പോൾ നമുക്ക് വണ്ടിന്റെ മൊത്തത്തിൽ ലുക്ക് നമുക്ക് നോക്കാം. സൈഡിൽ നോക്കുമ്പോൾ പ്രകാശിന്ന് ക്വാർട്ടർ ലൈറ്റ് ഗ്ലാസും കാര്യങ്ങളൊന്നും ലൈറ്റ് ഒന്നും വരുന്നില്ല അല്ലേ? ഒന്നുമില്ല. ക്വാർട്ടർ ഗ്ലാസ്സിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഇപ്പൊ പ്രകാശിന്ന് വരുന്നില്ല. സൈഡിൽ നോക്കുമ്പോൾ നമ്മളെ ഒരു പ്രകാശിന്ന് ഡിക്കിന്റെ ലോക്കം വന്നല്ലേ, അതായത് ഗവൺമെന്റ് നിയമപ്രകാരമല്ല ലൈറ്റ്, ബോഡി വെക്കാൻ പറ്റിയ അലൗഡ് ആയിട്ടുള്ള ലൈറ്റ് മാത്രം. 1 2 3 ഇൻഡിക്കേറ്റർ അടക്കം 5 ലൈറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഓൾറൗണ്ട് ബാക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളെ പഴയ Z1 അല്ലേ, Z1 ബാക്ക് കൊടുത്തിങ്ങനെ പുതിയ മോഡൽ കൊടുത്തില്ല. നമുക്ക് ഇതിനോടാണ് താല്പര്യം കൂടുതൽ. അസ്ത്രനോട് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷെ നമുക്കൊരു ബാക്ക് നമ്മളെ പഴയ Z1 ബാക്കിനെ കൊടുത്തില്ല. തലയെടുപ്പ് നമുക്ക് പേഴ്സണലി നമുക്കൊരു ഫീല് ഇതിനോടാണ്, അതിനോടില്ല. നമ്മളെ പ്രകാശിന്റെ ലോഗോ പേരും കാര്യങ്ങളൊക്കെ ചിക്കുവിന്റെ ആളാണ്.
ചിക്കു എവിടെയെന്ന് ഇപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിച്ചു. ചിക്കു വേറെ എവിടെയല്ല, ഇന്നലെ രാത്രി ഇവിടെ എത്ര നേരെ ചിക്കുവിന് ഡ്രൈവ് ചെയ്തിന്. അപ്പൊ ചിക്കു ഇപ്പൊ വീട്ടിൽ പോയതാണ്, ഉറങ്ങിയിട്ടില്ല ആള്. അപ്പൊ ആളെ നമ്മൾ വിളിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഞാനും ഇർഫാനും ആരിഫും ഉണ്ട്, നമ്മൾ 3 ആളാണ് ഇപ്പൊ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ നമ്മള് ബാക്കിൽ എടുത്തു നോക്കുമ്പോ തകണോ സെഡോണ്ടും കാര്യങ്ങളൊന്നും ഇങ്ങനെ വേറെ ഒന്നും നമ്മൾ അഡീഷണലി ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഇവിടെ നമ്മളെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വരില്ലേ, അതൊക്കെ നമ്മളെ രജിസ്ട്രേഷന്റെ ശേഷം നമ്മളതായിട്ടുള്ള ഐഡിയയില് പല കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണ്. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോർണറിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ അതുപോലും തരുന്നില്ല. അതൊന്നും തരുന്നില്ല. ഇപ്പൊ ഗവൺമെന്റിൽ ഇപ്പൊ ആ കട്ടായിട്ട് 2 ചോപ്പും ബ്രേക്ക് എടുക്കുമ്പോ സെന്ററിൽ ലൈറ്റും. സാധാരണ നമ്മൾ ഈ കോർണറിൽ ഇതാ ഈ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെയൊക്കെ സാധാരണ നമുക്ക് ലൈറ്റും പിന്നെ ക്വാർട്ടർ ക്ലാസ്സിലൊക്കെ നമുക്ക് ലൈറ്റ് വരുന്നതാണ്. ഇപ്പൊ പ്രകാശം ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് ഇനി വണ്ടിന്റെ ഉള്ളിൽ കയറിയേക്കാം അല്ലേ. അപ്പൊ മച്ചന്മാരെ നമ്മൾ വണ്ടിന്റെ ഉള്ളിൽ കയറി വെക്കുമ്പോ തന്നെ നമ്മൾ പ്രകാശം അല്ലേ പെയിന്റിങ്ങിന് വേണ്ടിട്ടല്ലോ ഇത്. ആ ടൈമിന് വേണ്ടിട്ടല്ല, നമുക്ക് എല്ലാ വർക്കും കഴിഞ്ഞതിന്റെ ശേഷം അവര് വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് മൊത്തത്തിൽ ആ ഒരു ഇതുപോലെ നമ്മൾ കീറി കളഞ്ഞിട്ടില്ല, അങ്ങനെ നേരെ കൊണ്ടുവന്നിക്കാണ്. അപ്പൊ സ്റ്റെപ്പും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനല്ല ഫുള്ള് വൈറ്റ്. സാധാരണ എല്ലാവരും ഇതിമ്മ കൊടുക്കല് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നീല ലൈറ്റാ കൊടുക്കല്. ഇതിപ്പോ ആര് ചിക്കുവിന്റെ ആണോ അത് നിങ്ങളെ ആരാ ആശയമാണ്? ഇപ്പൊ ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു ലൈറ്റ് ബ്ലൂ വൈറ്റാന്ന് പറയാനും പറ്റില്ല, പ്രോപ്പർ ആയിട്ട് ബ്ലൂ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ് സ്റ്റെപ്പ്. ഇത് പ്രകാശ് കൊടുക്കണേ. അതായത് നമ്മള് ഇപ്പൊ എല്ലാരും കുറെ ആൾക്കാർ നമ്മൾ ട്രിപ്പ് എടുക്കാൻ പോകുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഇത് നമ്മളെ ഈ സെറ്റ് വർക്കിന്റെ കൂടെ ചെയ്യണതാണോന്ന്. സംഗതി ഇത് പ്രകാശം വരുമ്പോഴല്ലേ ലൈറ്റ് ആണിത്. അപ്പൊ നമ്മളിതാകണോ മച്ചന്മാരെ ഉള്ളിലേക്ക് കയറി വെക്കുമ്പോ ഇപ്പൊ നമ്മളെ നീല ലൈറ്റ് ആണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ആ വൈറ്റ് ലൈറ്റ് ഇടോ. ഓക്കെ വൈറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതാ AC ഓപ്ഷനിലാണ് വണ്ടി വന്നിക്കണത്. AC ഓപ്ഷനിലാണ് കണ്ടില്ലേ, നമ്മളെ ബർത്തിന്റെ അടിയിലൊക്കെ വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. ബർത്തിന്റെ അടിയിലും പിന്നെ നമുക്ക് ആകെ ഈ ലൈറ്റ് ആണ് നമുക്ക് പ്രകാശം ഇപ്പൊ നമുക്ക് വന്നിക്കണത്. പിന്നെ ഇതിൽ ടിവിന്റെ ഓപ്ഷൻ്റെ അവിടെയൊക്കെ അങ്ങോട്ട് ക്യാമറ വീശാൻ കാണാം. ടിവിന്റെ ഓപ്ഷൻ്റെ അവിടെയൊക്കെ വെറുതെ തെർമാകോൾ ഇട്ടിച്ചിക്കാണ്. നമുക്ക് 50 ഇഞ്ച്, അത് 55 ഇർഫാനെ, 50 ഇഞ്ചിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിക്കണം. പിന്നെ ഫ്രണ്ടിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടൈമർ കൊടുത്തിട്ടുണ്ടല്ലേ, പ്രകാശിന്റെ ഒക്കെ ഫ്രീ ആയിട്ട് വരുന്ന പോലെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇയറും വണ്ടിന്റെ വർഷം ബോഡിന്റെ വർഷം, അതായത് അവിടുത്തെ ഒരു വർക്കൗട്ട് നമ്പർ ഉണ്ടാവും. അതൊക്കെ എത്രാമത്തെ ഈ വർഷത്തിൽ എത്രാമത്തെ വണ്ടിയാണെന്നില്ലേ. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോ നമ്മള് കൂളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂളർ നമ്മൾ എക്സ്ട്രാ വെക്കണുണ്ട്, എക്സ്ട്രാ നമ്മൾ വാങ്ങി കൊടുത്ത് വെക്കണല്ലേ, നമ്മൾ മേടിച്ചു കൊടുത്തിട്ട് അവര് വെച്ച് ഓല് വെക്കണാണ്. പിന്നെ അവിടെ ഒരു ഇതാക്കണ്, അവിടെ നോക്കുമ്പോ ഒരു സ്വിച്ച് കാണാം, ബെല്ല്. അടിയോ അത് പേ അല്ലല്ല, അതെന്താ വെച്ചാൽ അടി ഓൺ ചെയ്യണം. നമ്മള് സാധാരണ നമ്മൾ ഡ്രൈവർമാരും ഇതിലൊക്കെ ഇത് ക്ലോസ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പാസഞ്ചേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഡോറിൽ വന്നാണ്ട് മുട്ടേണ്ട ആവശ്യമില്ല, ഇതാവേണ്ട ആവശ്യമില്ല. ബെല്ല് കഴിഞ്ഞാല് നമുക്ക് അവിടെ അറിയാൻ പറ്റും. പിന്നെ ഇതാകും നമ്മളെ എല്ലാ വണ്ടിയിലും ഇപ്പൊ ഏറെക്കുറെ വണ്ടിയിലില്ല, പക്ഷെ എന്നാലും ചില വണ്ടിയിലുണ്ട് നമ്മളെ സമൂസ പെട്ടി. എടുത്തു പറയണ പേര് സമൂസ പെട്ടി. എല്ലാരും ഇതിമ്മ ഇങ്ങനെ ഇരിക്കും, പക്ഷെ ഇതിന്റെ ഉപയോഗം എന്താണെന്നില്ല ആർക്കും അറിയില്ല. ഇതിന്റെ ഉള്ളിൽ എടുത്തു നോക്കുമ്പോ അതാകണോ നമ്മളെ റെക്സിന്റെ അല്ലേ, റെക്സിന്റെ ക്ലോത്തിന്റെ ബാലൻസ് നമ്മളെ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കി കാണാം. ഈ റെക്സിന് തന്നെയാണ് നമ്മളെ സീറ്റുമ്മലും മൊത്തത്തിൽ വന്നിക്കണം വണ്ടിന്റെ ഉള്ളില്. അതിന്റെ ബാലൻസ് ഉള്ളതാണ് നമ്മൾ ഇതിൽ ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഇട്ടേക്കൽ പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിന്റെ കാര്യങ്ങൾ അതായത് ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇട്ടേക്കും. പിന്നെ നമ്മളെ വണ്ടി AC ഓപ്ഷൻ ആണല്ലേ. അതെ, AC ഓപ്ഷൻ ആണ്. AC ഇനി വെക്കണം പ്രകാരം AC വെക്കണം എന്നുള്ളത് ആയി. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടില്ല അതൊരുവിധ വണ്ടിക്കൊക്കെ നമുക്ക് ACയും കാര്യങ്ങളും വരും. പിന്നെ നമുക്ക് ബാക്കിലോട്ട് നോക്കുമ്പോ പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്തത് ഈ തൂങ്ങി കിടക്കണം, അത് കറണ്ട് ലൈന്. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കറണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അതിനുള്ള എടുത്താൽ മതി, കണക്ഷൻ അവരിട്ട് തരുന്നതാണ്. ഈ ഒരു പൊസിഷനിലേക്ക് ഏസിന്റെ അതിനാണ് നമുക്ക് ഈ സ്പേസ് ഇവിടെ സ്റ്റീൽ മാത്രമേ ഉള്ളൂ. അത് അതുപോലെ ഈ കാണുന്നത് ഇവിടെ കിടക്കുന്നു, ഈ കാണുന്നതൊക്കെ AC സംബന്ധമായിട്ടുള്ള സംഗതിയാണ്. പിന്നെ നമുക്ക് എയർ വിൻഡോ ഇതാണ് ഈ സൈഡിൽ കിടക്കുന്നത്, ഇതാണ് എയർ വിൻഡോ. നമ്മളെ ബർത്തുമ്മ വരുന്നുണ്ട് ACന്റെ എയർ വിൻഡോ കാര്യങ്ങൾ. പിന്നെ നമ്മളെ സീറ്റ് ഉണ്ടല്ലേ, പുഷ് ബാക്കിലാണ് വന്നിരിക്കുന്നത്. എല്ലാ പുഷ് ബാക്ക് മാത്രമേ പ്രകാശില് ഇറങ്ങണുള്ളൂ അല്ലേ സീറ്റ്. പിന്നെ നമ്മളെ ബാക്കിൽ ഇതാകണു നമ്മളെ ഈ സാധനം ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള ടൈമും കാര്യങ്ങളും കിട്ടിയില്ലല്ലേ. ഇല്ല, നമ്മളെ വണ്ടിന്റെ മുകളിലേക്ക് ഏരിയറാണ്. നമ്മൾ ബാക്കിൽ Z1ന്റെ ബാക്ക് കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോണിയും കാര്യങ്ങളൊന്നും ഇല്ല, കോണി ഡിക്കിലാണ്. നമ്മൾ മുകളിൽ വരുന്ന കേരിയറും കാര്യങ്ങളൊക്കെ തകണു വണ്ടിന്റെ ബാക്കിലാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ തകണു കാണാം, ബാക്കിൽ എടുത്ത് നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മളെ കേരിയറും കാര്യങ്ങളൊക്കെ. ഇവിടെ തകണു നമ്മളെ ഫയറിന്റെ കുറ്റി ബാക്കിലൊന്നുണ്ട്, പിന്നെ ഫ്രണ്ടിലും ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ബാക്കിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ബാക്കിൽ ഫുൾ കാലിയാണ്, ഒന്നുമില്ല. ആകെ പ്രകാശം തന്ന ആ കർട്ടനും
പിന്നെ ഈ രണ്ട് ഫാനും മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഈ സാധനം എന്താണ്? അതാണ് പ്രകാശിന്റെ ബോഡി കോഡിലുള്ള വേറെ സംഭവം. അതായത് എമർജൻസി സിറ്റുവേഷൻ, എന്തെങ്കിലും ബൈ ചാൻസ് വണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കുടുങ്ങുക, അങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് എമർജൻസി ഒരു ഗ്ലാസ് പൊട്ടിക്കാനുള്ള ആമറാണ് നമ്മളെ ഇതാ ബാക്കിൽ ഇവിടെ കോർണറിലൊന്നുണ്ട്. ഫ്രണ്ടിലുണ്ടോ? ഫ്രണ്ടിൽ 2-3 സ്ഥലത്ത് അതുണ്ട്. അതും അതുപോലെ ഫയറിന്റെ ഇതുണ്ട്, കുറ്റി സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ബാക്കിൽ ഇപ്പൊ നോക്കുമ്പോൾ മൊത്തത്തിൽ കാലിയാണ്, വേറെ ഒന്നുമില്ല. പ്രത്യേകം പറഞ്ഞ ട്രിപ്പ് വരുന്ന പരീക്ഷിച്ചരുത്. അതെ, ട്രിപ്പിൽ വരുന്ന ആരും ഈ ആമർ എടുത്താണ്ട് വെറുതെ ട്രെയിലർ എടുക്കരുത്. നോക്കി കഴിഞ്ഞാൽ ഈ ഗ്ലാസ് വല്ലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിയാൽ മതി, ഗ്ലാസ് പൊട്ടും. അതിനുള്ള പവർ ഉണ്ട് ആ ആമറിന്. സംഗതി ചെറുതാണെങ്കിലും അതിന്റെ റിസൾട്ട് വലുതേകരം. പിന്നെ നമ്മൾ വണ്ടിന്റെ ഉള്ളിൽ എടുത്തു നോക്കുമ്പോൾ താക്കണോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ലൈറ്റ്, ഇവിടെ റീഡിംഗ് ലൈറ്റ് എല്ലാ സീറ്റുകൾക്കും റീഡിംഗ് ലൈറ്റും കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഇവിടെ തന്നെ ഓൺ ആക്കാൻ ഓഫ് ആക്കാൻ പറ്റുമോ? നമുക്കിവിടെ ഓഫ് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് ഓണും ഓഫ് ഒക്കെ നമുക്ക് അവിടെ ഡ്രൈവർക്ക് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്യാൻ കൺട്രോളിംഗ് ഉണ്ട്. പിന്നെ അവർക്ക് പാസഞ്ചറിന് അവർക്ക് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ വേറുള്ള പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് അവർക്ക് മാത്രം ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കുക, ഓഫ് ആക്കുക. വേറെ പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളില് പുതിയതായിക്കാണ്ട് നമ്മൾ USB ചാർജർ ഓരോ സീറ്റുകളിലും സെപ്പറേറ്റ് ചാർജിങ് സംവിധാനം. അതെ, കേബിൾ പ്രകാശം തന്നെ വരുന്നുണ്ട്. അത് പ്രകാശ് നമ്മൾ അഡീഷണലി ചെയ്യിക്കണതാണ്. അതെ, എക്സ്ട്രാ എമൗണ്ട് ഉണ്ട്. അത് ഫാന്, USB കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അഡീഷണലി നമ്മൾ പറഞ്ഞിട്ട് ഒരു രണ്ടാമത് വെച്ചിരുന്നാണ് ഫെസിലിറ്റീസ് കൂട്ടി തരും. അതെ, അതിപ്പോ നമ്മളിപ്പോ ഒരു ട്രിപ്പ് എടുക്കാൻ പോകുമ്പോ ജസ്റ്റ് എല്ലാരും പൊതുവെ പറയണാണ് വാടക പ്രശ്നം. വാടകയിൽ ഇപ്പൊ നമ്മള് കുറച്ച് വരുമ്പോ താക്കണു ഇപ്പൊ ഈ ചാർജിങ് പോർട്ട് ഉണ്ടാവില്ല. പിന്നെ അതേമാതിരി നമ്മളെ പുഷ് ബാക്ക് സീറ്റ്, പുഷ് ബാക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ സെറ്റിങ്സ് ഇത് അതിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഇപ്പൊ പാക്കേജിന്റെ കാര്യം തന്നെ എടുത്ത് നോക്കുമ്പോ പാക്കേജില് ഒരിക്കൽ അത് വേണമെന്നൊക്കെ പറയുമ്പോ പാക്കേജിൽ ചിലപ്പോൾ 1-2 റേറ്റ് അങ്ങോട്ട് കൂടും, ചിലപ്പോൾ ഇങ്ങോട്ട് കുറയും. വേറെ ചുരുക്കി പറഞ്ഞാല് നമുക്ക് എല്ലായിടത്തും പോവും വേണം. ഇത് പൈസ കൂടാനും പറ്റില്ല. അപ്പൊ അതേ കൂട്ടം തന്നെയാണ് നമ്മൾ വണ്ടിന്റെ വാടകയിൽ വരുമ്പോ ചിലപ്പോൾ പുഷ് ബാക്ക് ഉണ്ടാവില്ല, അതേമാതിരി ചാർജിങ് പോർട്ട് ഉണ്ടാവില്ല. അങ്ങനെ കുറെ മാറ്റങ്ങളുണ്ട് വണ്ടികളില്. ഇപ്പൊ പുതുവണ്ടി, പുത്തൻ വണ്ടി, ഇതിപ്പോ പുതിയ വണ്ടിയാണ്, ഇതിന് വാടക നല്ല മാറ്റം. കാരണം BS6 വന്ന സമയത്ത് വണ്ടിക്ക് മൈലേജ് നല്ലൊരു ഷോട്ട് വന്നു. പിന്നെ ഒപ്പം AdBlue എന്ന സിസ്റ്റം വന്നു. അത് ഓരോ ട്രിപ്പിനും ഇത്ര ലിറ്റർ എക്സ്ട്രാ. അപ്പൊ ഫെസിലിറ്റീസ്, അത് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ വണ്ടിന്റെ എക്സ്പെൻസ് നമുക്ക് മാറ്റം വന്നു. അപ്പൊ അതിന് വണ്ടിക്ക് ഇത് വന്നു. അതുപോലെ പുത്തൻ വണ്ടിയാണ്, നമ്മളടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മളടുത്ത് തന്നെ ഉണ്ട് മറ്റേ വണ്ടി നമ്മൾ ഇത്ര മോഡൽ ഇല്ലാത്തൊരു വണ്ടിയാണ്. അത് നമ്മൾ ആ റേറ്റിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആടക കുറച്ച് കൊടുക്കണവർക്ക് നമ്മളതും കൊടുക്കുന്നുണ്ട്. രണ്ട് റേറ്റിന് ഇങ്ങനെ തന്നെ വണ്ടി ഉണ്ട്. ഇതൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് ഇപ്പൊ പുഷ് ബാക്ക് സീറ്റിൽ പുത്തൻ വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി തരും. അതെല്ലാം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നിങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ പറയാ, വണ്ടി ടൂറിസ്റ്റ് ബസ് ആയാൽ മതി. അതിന്റെ കൂടെ ഒരു പാകത്ത് ആവറേജ് ആയിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു വണ്ടി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ആ വണ്ടി കൊടുക്കും. നിലവിലിപ്പോൾ ഉള്ള വണ്ടി മോശമല്ല, അതിൻ്റെതായിട്ടില്ല അതിലുണ്ട്. അതാണ് നമ്മളെ ടീം ഏതാണ്, ലെനോറ. എടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ്. ഇബലും ലെനോറിൻകാരും തമ്മിൽ ആ ഒരു കൊളാബ്. അതിനിപ്പോ നമുക്ക് കാണാം, ഈ വണ്ടിയിലും പ്രതീക്ഷിക്കാം അല്ലേ? അതെ, സീസൺ ആവുമ്പോ കോളേജ്, സ്കൂള് ഒക്കെ ട്രിപ്പൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഈ വണ്ടി ഈ കാണുന്ന മാതിരി ഒന്നും ആവൂല. അപ്പൊ നിങ്ങക്ക് വേറെ മുഖത്തില് അല്ലേ, വേറെ മുഖത്തിൽ നിങ്ങൾക്ക് അപ്പൊ ഈ വണ്ടിന്റെ രൂപം നിങ്ങൾക്ക് കാണാം. എനിക്ക് പോലും അറിയില്ല, ഓലാണ് ഫുൾ പ്ലാൻ വിട്ടുകൊടുത്തത്. ബഡ്ജറ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ, ബഡ്ജറ്റ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഓരോട് ചോദിച്ചിട്ടില്ല, ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല, അവര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവരെ ഓരോ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അതാകുമ്പോ അതിൻ്റെതായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും വണ്ടിയിൽ കാണാം. പിന്നെ നമുക്ക് വണ്ടിന്റെ ഉള്ളിൽ ഇപ്പൊ എടുത്ത് പറയേണ്ട വേറെ എന്തല്ലേ, വേറെ നിങ്ങൾക്ക് ഇതാകണോ, നമ്മൾ ബർത്ത് നോക്കിയാൽ കാണാം. സാധാരണ ഒരു വണ്ടിന്റെ റിവ്യൂ പറയുമ്പോൾ ബർത്തിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നുമില്ല, ഒക്കെ കാലി. എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഒന്ന് ആന് കൂക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒക്കെ അടിച്ചു. വേറെ ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടിന്റെ മൊത്തത്തിലുള്ള ലുക്ക് ഉണ്ടല്ലോ നിങ്ങള്, ബ്ലൂ നമ്മളെ റെക്സിന് അല്ലേ, ബ്ലൂ കളറിലാണ് റെക്സിനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രീമിയം ടച്ചില്. ഇപ്പൊ ഈ കളറ് മാക്സിമം അധികം വണ്ടിയിലും വരുന്നുണ്ട് അല്ലേ? അതെ, അതെന്താ വെച്ചാൽ ബ്ലൂ ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് വണ്ടിന്റെ ഉള്ളിൽ ഒന്നും കൂടി
ആ ഒരു ഇത് കിട്ടും, പ്രീമിയം ലുക്ക് കിട്ടും, ഫീൽ കിട്ടും. ഇപ്പൊ കണ്ടില്ലേ അടുത്ത പറഞ്ഞാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ തെർമാക്കോളാണ് നമ്മളെ ടിവിൻ്റെ ഉള്ളില്. പിന്നെ നമുക്ക് നമ്മളെ ആരിഫ് ഇവിടെ ഉണ്ട്. ആരിഫേ ഇജ്ജ് പോയിനോ? പ്രകാശ് പോയിനോ? ആരിഫും പോയിട്ടില്ല. അതെ നമ്മളെ മറ്റേ വണ്ടിയുടെ ടെസ്റ്റിന് പോയതായിരുന്നു ഇന്നലെ. എല്ലാം ഊരി ഫുള്ള് മുട്ടക്കുട്ടിയാക്കിട്ട് വിട്ടു. വയനാട് ട്രിപ്പ് ഉണ്ട്, സ്റ്റേ ആണ്. പെരുന്നാൾ ട്രിപ്പ് ഉണ്ട്, തിരിച്ചു കൊടുക്കാണ്ട് കൊടുക്കാനൊക്കെ. പിന്നെ നമ്മളെ ക്യാബിനൊന്നും നേരത്തെ കാണിച്ചിട്ടില്ല. ക്യാബിനിലൊക്കെ നമ്മൾ നോക്കുമ്പോ നമ്മളെ പഴയ പ്രകാശം അല്ലേ ആ സ്ഥിരം അന്ന് ഇന്ന് വണ്ടി തരികയാണെങ്കിലും ഈ ഒരു പെട്ടി ബോക്സ് ഒക്കെ അവിടെ ഉണ്ടാവുക. പിന്നെ അതാ ഈ ഒരു കർട്ടനും വേറെ ഒന്നും ഇവിടെ അല്ല. നമ്മള് ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ കുഷനും കാര്യങ്ങളും. 2 ഓപ്ഷൻ ഉണ്ട്. ഡാഷ്ബോർഡില് സ്വിച്ചുകൾ നമ്മളെ ഡാഷ്ബോർഡില് മാറ്റം വന്നിട്ടില്ലേ? ഇതുവരെ ഓൾവോ ടൈപ്പ് ആയിരുന്നു. BS6 സ്റ്റാർട്ടിങ്ങിൽ ഓൾവോ ആയിരുന്നു. അതിനും ചേഞ്ച് ചെയ്ത് പുതിയ മോഡല് ഡാഷ്ബോർഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ പ്രകാശ് പൂജന്റെ സമയത്തില്ലേ, പൂജന്റെ സമയത്ത് കിട്ടിയ പൂവാണ്. അതൊക്കെ ഇവിടെ ഇങ്ങനെ വാടിക്കണ്. ആ പൂവും കാര്യങ്ങളാണിത്. പിന്നെ നമ്മളെ അത്രക്ക് ചാവി ഉണ്ടാവും ഒരു വണ്ടി ഇറങ്ങി വരുമ്പോ. ഇനി ഇതൊക്കെ നമ്മള് റയറാക്കി എടുക്കണം അല്ലേ? നമ്മളെ ആരിഫ് കേൾക്കണില്ല. പിന്നെ നമുക്ക് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇനിയിപ്പോ എന്താ പറയാനല്ലേ? ഇനിയെന്താ നമ്മളെ വണ്ടി മെയിൻ ആയിട്ട് വേറൊരു പ്രത്യേകത നമ്മളെ വണ്ടിക്ക് ഉണ്ട്. അതെന്താ? ഏഷ്യറിന്റെ മലപ്പുറം ജില്ലയില് 3016 എന്ന് പറഞ്ഞിട്ട് ഏഷ്യറിന്റെ ആ ഒരു മോഡലില് മലപ്പുറം ജില്ലയില് നമ്മളെ ഈ വണ്ടിയാണ്. ഇതിന് മുന്നേ ഇപ്പൊ ഒരു വണ്ടി കണ്ണൂര് നമ്മൾ ഇറക്കുന്നതിന് മുന്നേ ഇമ്പീരിയൽ പറഞ്ഞ വണ്ടി ഈ ചേസിനെ എടുത്ത് ബോഡി കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ചേസിനെ കുറിച്ച് അറിയണതും കൊമ്പനീസം പറഞ്ഞ കണ്ണൂരുള്ള കൊമ്പനീസം എന്ന് പറഞ്ഞ ടീമിന്റെ അടുത്താണ് ഇപ്പൊ ആ വണ്ടി കിടക്കുന്നത്. 3016 ഇതണ്ടില്ലേ നമ്മളെ ക്യാബിനിലെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ സ്റ്റെപ്പും എല്ലാം നേരത്തെ പറഞ്ഞല്ലോ ലൈറ്റും. ഈ ലൈറ്റ് നല്ല എടുപ്പുണ്ടല്ലേ? ഒരു പ്രീമിയം ലുക്കാണ്. അത് വൈറ്റ് ആയിട്ട് സാധാരണ ഇവിടെ ബ്ലൂ കളറിലാണ് വരല്. പിന്നെ ഇവിടെ ഒരു സീറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ക്ലീനർ സീറ്റ് ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു. നമ്മളെ ക്ലീനർ സീറ്റ് അവിടെ പോയി. അത് കോമഡിയാണ് ഇന്നലെ. പ്രകാശം ഞങ്ങൾ എല്ലാ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങി. ഗേറ്റ് ഫസ്റ്റത്തെ ഗേറ്റ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എല്ലാരും പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോയിൽ കാണുന്ന ഒരു ഗേറ്റ് ഉണ്ടല്ലോ പച്ച. പ്രകാശം ഗേറ്റ് ഒക്കെ ഇങ്ങനെ തുറന്ന് വണ്ടിയൊക്കെ പ്രീമിയം ലുക്കിൽ ഇറക്കി നിർത്തി സാധനങ്ങളെ കയറ്റി ചിക്കും ഓലൊക്കെ ഇങ്ങനെ വന്ന് വണ്ടി കയറി ഡോർ അടച്ചാണ്ട് ഓല് ഇരിക്കാൻ നോക്കുമ്പോ സീറ്റില്ല. അവിടെ സീറ്റില്ല. സീറ്റ് തന്നു. ആദ്യം പറഞ്ഞ അവിടെ സ്പേസ് ഇല്ല സീറ്റ് വെക്കാൻ, അതുകൊണ്ട് തരൂല, അതായത് ഇല്ല ഒരു വെക്കാൻ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതേ മോഡൽ വണ്ടിക്ക്, ഇതേ ചേസ്, ഇതേ മോഡലുള്ള വണ്ടിക്ക് വേറെ വണ്ടിക്ക് ഉണ്ട്, ഫോട്ടോ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു പിന്നെ വന്ന് മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിങ്ങൾ എഴുതിയിട്ട് തന്നോളൂ, നമ്മള് മേടിച്ചോളാം. അപ്പൊ അവര് പറഞ്ഞു അല്ല അത് പറ്റില്ല അങ്ങനെ എന്ന് പറഞ്ഞു. അവസാനം അവരെന്നെ സെറ്റ് ചെയ്ത് തന്നു, കയ്യിൽ തന്നു. ഞാൻ പറഞ്ഞു നാട്ടിൽ ചെന്നിട്ട് ഫിറ്റ് ആക്കിക്കോളാം തന്നു. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് അല്ലേ? എമർജൻസി ആയിട്ട് ഡോർ തുറക്കണം. ഇപ്പൊ ഇതിന്റെ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡോറിന്റെ സ്വിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറിന് മാത്രം ഇവിടെയാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് സ്വിച്ചും കാര്യങ്ങളും വരുന്നത്. പിന്നെ നമ്മുടെ മീറ്റർ ബോർഡും കാര്യങ്ങളും. ഈ ഹെയ്സറിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് ഉണ്ടാവും അല്ലേ? ഹെയ്സറിന് അത്യാവശ്യം അതായത് നമ്മള് പണ്ട് മുതലേ എല്ലാരും ഇതാണ് ലെയ്ലൻഡ് പ്രകാശ് എന്നുള്ളൊരു ഇതുവരെ എല്ലാരും ഇതായിരുന്നു. ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി. അതായത് ഇപ്പോ ഈ പറഞ്ഞ പോലെ വാടക എല്ലാരും കുറഞ്ഞു വരുമ്പോ എല്ലാരും മൈലേജും കാര്യങ്ങളും നല്ലൊരു മൈലേജ് ലെയ്ലൻഡിനെ അപേക്ഷിച്ച് ഒന്നും കൂടെ കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ ഏഷ്യറിന് കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മളും അതുകൊണ്ടാണ് കേട്ടോ ഈ മൈലേജ് കണ്ടിട്ട് മാത്രമാണ് നമ്മളും ഏഷ്യറിലേക്ക് മാറാനുള്ള ഒരു കാരണം. മറ്റേ വണ്ടി ലെയ്ലൻഡാണ്. അവരൊറ്റ കാരണമാണ്. റീസെയിൽ വാല്യൂ നമ്മളൊരു വണ്ടി സെയിൽ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ നമുക്ക് റേറ്റ് കൊണ്ടും കാര്യങ്ങളും കൊണ്ട് കൂടുതൽ കിട്ടുന്നത് ലെയ്ലൻഡിലാണ്. അപ്പൊ എല്ലാരും ഒന്ന് മാറി ചിന്തിച്ച് തുടങ്ങിയത് തോന്നുന്നു. ഞാനിപ്പോ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോ നമ്മൾ ഓരോ വണ്ടികൾ കാളി അതേപോലെ ഒരുപാട് പേരൊക്കെ വണ്ടികളൊക്കെ ഇപ്പൊ ഏഷ്യറിലേക്ക് അതെ. അപ്പൊ നമ്മളിതാകണം വണ്ടിന്റെ ഓവറോള് റിവ്യൂ കാര്യങ്ങളൊക്കെ അല്ലേ? ഏകദേശം നമുക്ക് പ്രകാശം എങ്ങനെയാണ് നമുക്ക് വണ്ടി കിട്ടുന്നത്. അപ്പൊ അതിന് സംബന്ധമായിട്ട് വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടാവും, നമ്മളെ അഡീഷണലി എന്തൊക്കെ ഇതിൽ ചെയ്തിക്കണു, നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് പ്രകാശം കിട്ടുമ്പോൾ ലുക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടു. വണ്ടിന്റെ മൊത്തത്തിലുള്ള ഫുള്ള് പുറം ലുക്ക് നമുക്ക് കാണിക്കാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ എത്തുമ്പോ തന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോ സമയം ഇരുട്ടായി.
സമയം ഇപ്പൊ 8 മണി കഴിഞ്ഞ് അല്ലേ? ഞാൻ ഡ്രൈവർ സീറ്റിൽ ഇരിക്കണ ഇപ്പോഴാണ് ചിക്കു തന്നിട്ടില്ല. ചിക്കുവിനെ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ചിക്കുവിനെ നിങ്ങൾ എല്ലാരും ചോദിച്ചു ചിക്കു അവിടെ ചിക്കു വീട്ടിൽ പോയില്ലേ? ചിക്കു ഇന്നലെ രാത്രി അടുത്ത് വണ്ടി എടുത്തിട്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടാണ് സീറ്റ് തന്നിട്ട് ചിക്കു അങ്ങനെ തങ്ങണോ? സീറ്റ് തന്നിട്ട് ഒറ്റ വീകല അവിടെ. പിന്നെ നേരെ വീട്ടിൽ പോയി, ചിക്കു അങ്ങനെ വീട്ടിൽ പോയി. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അടുത്ത വീഡിയോസ്, അതായത് ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വീഡിയോസ് വരും. അതെ, അപ്പൊ നമുക്ക് അപ്പൊ കാണിക്കാം ഇതിന്റെ പുറത്ത് മൊത്തം, അതായത് ചുറ്റുള്ള ലുക്കും കാര്യങ്ങളും നമുക്ക് അപ്പൊ കാണിക്കാം. വണ്ടി ഒന്നും കൂടി ഒന്ന് പ്രീമിയം ലുക്ക് നമ്മള് പ്ലാനിങ്ങില് പറഞ്ഞു കഴിഞ്ഞാല് ഏതേനു പ്രകാശിലൊക്കെ പോയിട്ട് വീഡിയോ അതിന്റെ കാരണക്കാരം അന്നേം പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് സാഹചര്യങ്ങൾ മൂലം നമുക്കൊന്നും പറയാൻ പറ്റില്ല. വാക്ക് കൊടുത്തിരും വണ്ടി ഇറങ്ങണ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. അതെ, ഞാൻ നിങ്ങളോട് ഒരു വാക്കൊക്കെ തന്നെ, നമ്മൾ പ്രകാശ് പോയിട്ട് വണ്ടി ഇറങ്ങുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അന്ന് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് കാരണം മൂലം, പിന്നെ പ്രകാശത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇന്ന് പറയും നാളെ വണ്ടി കിട്ടും. അത് മെയിൻ ആയിട്ട് അവിടെ പ്രശ്നമാണ്. ഓരോരു വാക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരാദ്യം പറഞ്ഞു തിങ്കളാഴ്ച ചൊവ്വാഴ്ച കണ്ട് കിട്ടും, പിന്നെ അത് നീട്ടി വണ്ടി കിട്ടുമ്പോ നമുക്ക് വ്യാഴാഴ്ച അല്ലെ, ഉറപ്പില്ല വ്യാഴാഴ്ച കിട്ടുന്നത്. നമ്മൾ ഈ സൈഡ് സീറ്റിന്റെ ഒക്കെ, അതായത് ക്ലീനർ സീറ്റിന്റെ ഒക്കെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെയും വണ്ടി കിട്ടണ്ടല്ലോ. മൈനസ് പോയിന്റ് ആണെന്നൊക്കെ ആരോട് പറയാൻ ഇവർക്കുള്ള ഒരു കോമ്പറ്റീഷൻ ആയിട്ട് വേറെ ആരും ഇല്ല. അതെ, നമുക്ക് റീൽസിൽ ചോദിച്ച മാതിരി ഇനി അങ്ങോട്ട് പോകാനൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ പോകുമോ? ഇനിയിപ്പോ നമുക്ക് വണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും പറയണ്ടോ? വണ്ടിനെ കുറിച്ച് വേറെ നമ്മളെ വണ്ടി ഏഷ്യർ തന്നെയാണ്. വോൾവോ അല്ല, അതായത് ഏഷ്യർ തന്നെ ചേസിൽ 2 മോഡൽ വരുന്നുണ്ട്. ഇപ്പൊ പുതിയൊരു മോഡൽ ഇറങ്ങിയതാണ് 3016 എന്ന് പറഞ്ഞിട്ട്. ഏഷ്യർ മാത്രമല്ല അതെ, വോൾവോ ഏഷ്യർ ആണല്ലോ. വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ വണ്ടിനെ കുറിച്ച് നിങ്ങൾ മൊത്തം കണ്ട് നമുക്ക് ഇനി ഇതിന്റെ അപ്ഡേഷനിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാലേ ഇത് ഡ്രൈവർമാരെന്നെ ഇത് കേൾക്കണേ. ഡ്രൈവർമാർ ക്ലീനർ രണ്ടാളെന്നെ കേൾക്കുക. ഇർഫാനും ചിക്കും പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാള് ഡ്രൈവർമാരാണ്. ഒരാളുള്ളിൽ ക്ലീൻ ആക്കുമ്പോ ഒരാള് പുറം കേൾക്കും. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. അത് രണ്ടാൾ തന്നെയാണ് ഇതില് ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും അല്ലെ. ക്ലീനർ അല്ല ചുരുക്കി പറഞ്ഞാലേ, 2 ഡ്രൈവർമാര് കൊണ്ടെടുക്കുക. പിന്നെ മുതലാളി ആണെന്നില്ല ഒരു ധാരണ ഇല്ല, ഏത് പണിയെടുക്കും. എന്ത് ഇതിന്റെ സാധനങ്ങൾ അയക്കും കൊണ്ടുവരുത്, അയച്ച സാധനങ്ങൾ ഇതിക്കും കൊണ്ടുവരുത്. അത് ഓ പറയാൻ കാരണം എന്താ വെച്ചാല് അടുത്ത വണ്ടി ഓന്റെ കയ്യിലാണ്. അയത്തൊരു സാധനം ഒരു സ്ക്രൂ പോലും അതിന് അങ്ങോട്ടുമില്ല. ഉറപ്പാണോ? തീർച്ചയായും. നമ്മൾ ഇതിന്റെ 2ാം വരവുണ്ട്. അപ്പൊ ഇതിന്നൊരു സാധനം എടുക്കാൻ വരരുത്. അപ്പൊ ഏതായാലും നമുക്ക് വണ്ടിന്റെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ വീഡിയോസ് കഴിയുന്നില്ല, അതിന്റെ ഫുള്ള് നമ്മൾ മൊത്തത്തിൽ ഇനിയിപ്പോ നമ്മള് കൊടുങ്ങല്ലൂര് പോകും അല്ലെ. കൊടുങ്ങല്ലൂര് പോകണം, അവിടുത്തെ അപ്ഡേഷനും വർക്കുകളും കാര്യങ്ങളും ഒക്കെ വീഡിയോസ് ഇനി അടുത്തതായിട്ട് വരും. പിന്നെ പ്രത്യേകിച്ച് അറിയാലോ നാളെ പെരുന്നാളാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളുണ്ട്. അതിന്റെ അടിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് നമ്മൾ ഇത് എത്തിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, ഇന്നലെ കുറെ ഞാൻ അതിന്റെ ഒരു സ്റ്റോറി ഇട്ടപ്പോ അതിന് കുറെ കമന്റും കാര്യങ്ങളും വന്നു. പാരീസിന്റെ വീഡിയോ എപ്പോഴും വരിക, പുതിയ വണ്ടിന്റെ റിവ്യൂ എപ്പോഴും വരികയാണ്. അത് നമ്മള് രീതിയിൽ നല്ലൊരു വണ്ടി ആവുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയം കൊണ്ട് ഇപ്പൊ ഈ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ നമ്മൾ വേഗം റിവ്യൂ എടുത്തു, വേഗം കാര്യങ്ങളും കഴിച്ചു. അപ്പൊ ഏതായാലും നമ്മൾ ഇനി അടുത്തൊരു കിടിലും വീഡിയോ കണ്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പൊ ഏതായാലും ഫോളോ ചെയ്തൊപ്പം കൂടിക്കോളി.